ചെമ്പുകാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയമാണ് കാണുന്നത്. രാമനില്ലാതെ എന്തൊട്ട് പൂരമാണ് എന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആനപ്രേമികൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുള്ള ഉത്തരമെല്ലാം ആയിക്കൊണ്ട് കൂടിയാണ് ഇത്തവണ ഈ ഗജവീരൻ പൂരത്തിലെത്തുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ ആ തരത്തിലുള്ള വിഷമവും പ്രതികരണങ്ങളും ഒക്കെ നിറയുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെല്ലാം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നട കടന്ന് പുറത്തേക്ക് വരുന്ന മനോഹരമായ കാഴ്ച. വലിയ ആരവങ്ങളിലേക്ക് ഈ ചെമ്പുക്കാവ് ഭഗവതിയുടെ കോലമേന്തിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ ഗോപുര നടയ്ക്ക് പുറത്തേക്ക് ആരാധകരുടെ ആരവങ്ങളിലേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഗോപുര നട തുറന്നിറങ്ങുകയാണ്. ഇത് കാത്തിരുന്ന നിമിഷം മണിക്കൂറുകളായി. രാമന് വേണ്ടി കാത്തിരുന്നവർ, രാമന് വേണ്ടി ആർത്തു വിളിച്ചവർ, രാമനെ കാത്തുനിന്നവർക്കിടയിലേക്ക് ഇതാ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നട തുറന്നിറങ്ങിയിരിക്കുന്നു. ചെമ്പൂക്കാവ് ഭഗവതിയുടെ കോലമേന്തി പൂരനഗരിയെ ആവേശത്തിലാക്കി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ തെക്കേ ഗോപുര നട തുറന്നിറങ്ങിയിരിക്കുന്നു. ജനസാഗരം അഭിവാദ്യം ചെയ്യുകയാണ് ആയിരങ്ങളെ. എന്തൊരു ആവേശപരമായ കാഴ്ചയാണ് ഈ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത്. തന്നെ ഇഷ്ടപ്പെടുന്നവരെ, തന്റെ ആനപ്രേമികളെയൊക്കെ അഭിവാദ്യം. ഈ പൂരത്തിന്റെ ഈ ദിവസം വരേക്ക് ഇത്രയും ആവശ്യത്തോടെ ഒരു നിമിഷം നമ്മൾ കണ്ടു കാണില്ല. രോമാഞ്ചജനകമായ കാഴ്ച എന്ന് തന്നെ പറയാം. രാമനോട് എത്രയാണ് ഈ മനുഷ്യരുടെ സ്നേഹമെന്ന് വളരെ വ്യക്തമാക്കുന്ന, രാമനോട് അത്രയധികം സ്നേഹത്തോടുകൂടി ആളുകൾ പ്രതികരിക്കുന്നു. ഈ തെക്കേ ഗോപുര നട മറ്റൊരു തെക്കോട്ടിറക്കം പോലെ വലിയ ആവേശത്തോടെ ആളുകൾ കാത്തിരിക്കുകയാണ്. കെ പി ധനേഷ് ഉണ്ട്. ധനേഷ്, എന്തൊരു കാഴ്ചയാണ് ഈ ആർപ്പോളിയും ആ മൊബൈലും ആ രാമന്റെ ഇത്. അതായത് ആ പീര പിടിക്കുമ്പോൾ അഭിവാദ്യം ചെയ്തില്ലേ, ആ പീര പിടിക്കുമ്പോൾ ഭയങ്കര രസമായിക്കാനെ കാണാൻ. തിടമ്പ് വെച്ച് നിൽക്കുമ്പോ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ നമുക്കല്ല എല്ലാവർക്കും ഭയങ്കര ഓമാനം ഈ സാധനം കാണുമ്പോ അത്രയും ഫീലാണ് ഈ രാമൻ തന്നെങ്കിൽ. രാമന്റെ ചെവി കണ്ടപ്പോ തന്നെ ധനേഷ് തിരിച്ചറിഞ്ഞല്ലേ? അത് രാമന്റെ ചെവി മാത്രം ഹൈറ്റ് നമുക്ക് ഇവിടെ കാണുന്നില്ല. അതാണ് നേരത്തെ നമുക്ക് പറ്റിയ പഴിച്ചില്ല. ആദ്യം ആനയെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു, പക്ഷെ ഇത് ആദ്യമേ കാണുന്നുണ്ടായിരുന്നു. ഇത് അവിടുത്തെ കാരണം ഹൈറ്റ് ഉള്ളവര്. രാമൻ നല്ല ഹൈറ്റ് ഉള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ആന രാമൻ. അപ്പൊ ഇതിപ്പോ നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലാണ്ടായത്. എന്തായാലും അപർണ, വലിയ കാഴ്ച, ഈ പൂരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. രാമൻ എവിടെ, രാമൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമാകുകയാണ്. രാവിലെ തുടങ്ങിയ എഴുന്നള്ളത്ത് ഈ വടക്കുന്നാഥന്റെ ക്ഷേത്രത്തിലേക്ക് കയറി അവിടെ പഞ്ചവാദ്യം അർപ്പിച്ച ശേഷം പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി രാമനിതാ തെക്കോട്ടേക്ക് തെക്കേ ഗോപുര നടവഴി ഇറങ്ങി വരുന്ന മനോഹരമായ കാഴ്ച. ആലവട്ടവും വെഞ്ചാമരവും ഒക്കെയായി വളരെ മനോഹരമായി ആരാധകരിങ്ങനെ വളരെ ആവേശത്തോടെ ജനസാഗരത്തിനിടയിലൂടെ രാമൻ മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ രണ്ടു വശത്തേക്ക് മാറുമ്പോൾ കടൽ രണ്ടു വശത്തേക്ക് നീങ്ങുന്ന അനുഭൂതിയാണ് കാണുമ്പോൾ. അത്രമാത്രം വലിയ ആവേശം, അത്രമാത്രം ജനത്തിരക്ക്, ജനസാഗരമാണ് ഇപ്പോൾ ഈ തെക്കേ ഗോപുരനടയുടെ പരിസരം മുഴുവൻ. തെക്കോട്ടിറക്കത്തില്, അതായത് കുടമാറ്റത്തിന് മുൻപ് എത്രമാത്രം ആളുകൾ ഈ തെക്കേ ഗോപുരനടയിൽ എത്തിച്ചേരുമോ അത്രമാത്രം ആളുകൾ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പൂക്കാവ് ഭഗവതിയുടെ കോലമേന്തി തെക്കേ ഗോപുരനട ഇറങ്ങുന്നത് കാണുവാൻ ഇവിടെ കാത്തുനിന്നിരുന്നു. ഇന്ന് രാവിലെ മുതൽ എല്ലാവർക്കും കാത്തിരിപ്പ് ഈ ഒരു നിമിഷത്തിനായിട്ടായിരുന്നു. അതെ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ തെക്കേ ഗോപുരനടയ്ക്ക് മുമ്പിൽ തന്നെ കാത്തുനിന്ന പതിനായിരങ്ങളെ അഭിവാദ്യം ചെയ്ത്. എന്തായാലും മനോഹരമായ കാഴ്ച. ഇന്ന് രാവിലത്തെ ഈ പൂരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. ആദ്യം കണിമംഗലം ശാസ്ത്ര 9 ആനകളുടെ അകമ്പടിയോടെ എത്തിയെങ്കിൽ ചെമ്പൂക്കാവ് ഭഗവതി 3 ആനകളുടെ മാത്രം അകമ്പടിയിലെത്തുന്നു. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഏറ്റവും വലിയ ആകർഷണം അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന പ്രിയപ്പെട്ടവരുടെ രാമേട്ടനാണ്. രാമേട്ടൻ ഇതാ കോലമേന്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. രാമരാജാവെന്നൊക്കെയാണ് വലിയ വിശേഷമുള്ളത്. ഇതൊരു രാമരാജ്യമായി മാറി. തീർച്ചയായും രാമരാജ്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയധികം ആളുകൾ
ഇതിനു മുന്നിലേക്ക് ഈ പ്രിയപ്പെട്ട തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട രാമേട്ടനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. വലിയ പുരുഷാരം തന്നെ, വലിയ ജനക്കൂട്ടം തന്നെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആരാധകരൊക്കെ പറയുന്നത് പോലെ ഇതിന്റെ ഒരു തലയെടുപ്പ്, ഇതിന്റെ ചെവി, അങ്ങനെ ഇതിന് ഈ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നിൽക്കുന്ന ആനയെ കാണാനുള്ള മനോഹരമായ അതിഗംഭീരമായ പൂരത്തിന്റെ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും രാവിലെ VS സുനിൽകുമാർ പറഞ്ഞതാണ് ചെമ്പൂക്കാവ് ഭഗവതിയുടെ കോലമേന്തിയാണ് വരുന്നത്. പക്ഷേ ചെമ്പൂക്കാവ് ഭഗവതിയേക്കാൾ ആളുകൾ ഒരുപക്ഷെ ആരാധിക്കുകയും പ്രാർത്ഥനയോടെ കാണുകയും ചെയ്യുന്നത് രാമനെയാണ്, രാമന് വേണ്ടിയാണ് എന്നുള്ളതാണ് അനുമോദ്. തീർച്ചയായും നേരത്തെ നന്ദേട്ടൻ പറഞ്ഞതുപോലെ ഭഗവതിയുടെ വാഹനത്തിന് വലിയ ആരാധകരാണ്. ആ വാഹനത്തിൽ ആര് കയറിയാലും ആ വാഹനത്തിനാണ് എപ്പോഴും കയ്യടി കിട്ടുക എന്ന് പറഞ്ഞ പോലെയാണ്. തീർച്ചയായും ചെമ്പൂക്കാവ് ഭഗവതിക്ക് അപ്പുറത്തേക്ക് ഭഗവതി ആരാധിക്കുന്നവരുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ അത് രാമനൊപ്പം എത്തുന്ന ആ ഭഗവതിയോടുള്ള ആരാധന, അത് രാമനോടുള്ള ആരാധന ഒരുപക്ഷെ ഭഗവതിക്ക് മുകളിൽ നിൽക്കുന്നു എന്ന അതിശയോക്തിയോടുകൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയധികം വലിയ ജനത്തിലേക്കാണുള്ള രാമേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ നമ്മളതിൽ പറയേണ്ടത് പാപ്പാമാരെ രാമേട്ടനും കടുക്ക രാജേഷും പൊന്നുപോലെ രാമനെ കൊണ്ടു നടക്കുന്നത്. അതായത് മറ്റാനകളുടെ പോലെ ഒന്നുമില്ല. അതായത് വടിക്കുമ്പോൾ തല്ലിൽ വരില്ല. അത്രയും എന്താ പറയാ, മക്കളെ കൊണ്ടു നടക്കുന്ന രണ്ടുപേരും രാമനെ കൊണ്ടു നടക്കുന്നത്. പിന്നെ രാമന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ തലലിരിക്കുന്ന കോലം തിടമ്പെന്ന് പറയും. അത് മറ്റാനകൾ മറ്റേ തിടമ്പ് കയറ്റുമ്പോ കൊമ്പ് നിലത്ത് കുത്തിയിട്ടാണ് തിടമ്പ് കയറ്റുക. രാമൻ കൊമ്പ് തുമ്പിയിലാണ്, തുമ്പി മടക്കിയിട്ട് തുമ്പിയിലാണ് കൊമ്പ് കുത്തുക, എന്നിട്ടാണ് തിടമ്പുള്ളൂ. അതായത് അത്രയും പവിത്രമായി കാണാൻ സാധനം കോലം. അത് രാമൻ കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യും. അതായത് കൊമ്പ് നിലത്ത് കുത്താണ്ട് തുമ്പിയിൽ കുത്തിയിട്ടാണ് ഈ ആന കോലം കയറ്റുക. അത്രയും എന്താ പറയാ, എല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ആനരാമൻ. ഒരു രക്ഷയില്ല. രാമേട്ടനും കടുക്കനും പ്രത്യേകം പറയണല്ലോ, രണ്ടുപേരും അതുപോലെയാണ് ആന കൊണ്ടുനടക്കുന്നത്. ഈ തൃശ്ശൂർ പൂരത്തിന് വരുമ്പോ അവർക്ക് അത്രയും ടെൻഷൻ, കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോ. പക്ഷെ എന്നാലും ഈ കുളിച്ച് എന്താ പറയാ ചുരുങ്ങിയത് ഈ ആന കഴുകാൻ 8 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. ഇന്നലെ രാത്രി കഴുത്തി പുലർച്ചെ ഒരു ആന കഴുകിയിട്ടുണ്ടായി. അത്രയും എന്താ പറയാ, സ്വന്തം തണുപ്പില്ല, മൊത്തം ഉറച്ച് കഴുകി ആനയെ സുന്ദര കുട്ടപ്പനാക്കാൻ പറയില്ല, അതുപോലെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് 8 മണിക്കൂർ. ഒരു പുറം കഴുകാൻ വേണ്ടിട്ട് 4 മണിക്കൂർ എടുക്കാൻ, 2 പുറത്തിന് 8 മണിക്കൂർ എടുത്തിട്ട് ആന കഴുകിയെടുക്കാൻ. അതായത് നമ്മൾ അത്രയും കുടുംബത്തിന് മക്കളെ കൊണ്ടു നടക്കുന്നവര് ജനസാഗരത്തിലധികം വലിയ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഒരു എന്താ പറയാ, നമ്മുടെ മകൻ അതുപോലെയാണ് കൊണ്ടുവരുന്നത്. ദേവസ്വം പാപ്പാമാരും പിന്നെ നാട്ടുകാരും എന്ത് വിഷയമാണെങ്കിലും നാട്ടുകാരൊക്കെ ആനയുടെ കൂടെയാണ്. ഏത് പാദയാത്രയ്ക്ക് എന്ത് ആവശ്യം എന്ന് പറഞ്ഞാലും, അത് പൈസ കൊണ്ടാണെങ്കിലും ആളുകൊണ്ടാണെങ്കിലും നാട്ടുകാർ എപ്പോഴും രാമന്റെ കൂടെയാണ്. അതായത് എല്ലാവരും ഒരു എന്താ പറയാ, നാട്ടിലത്തെ ഒരു മകനെ പോലെയാണ് രാമൻ എല്ലാ വീടുകളിലും. രാമന്റെ ഫോട്ടോ ഇല്ലാത്ത ഒരു വീട് പോലും പേരാമംഗലത്ത് ഉണ്ടാവില്ല. പേരാമംഗലത്തിൽ മാത്രമല്ല മലബാറിൽ എവിടെയും ഉണ്ടാവില്ല, അങ്ങനെ പറയേണ്ടി വരും. കാരണം ആനപ്രേമികളുടെ ഒക്കെ വലിയ ആവേശമാണ്. അതാ രാമൻ പതുക്കെ പതുക്കെ മുന്നോട്ടേക്ക് ഇറങ്ങുന്നു. ഈ തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് വകഞ്ഞു നീക്കി ജനസാഗരം എന്ന് പറഞ്ഞ പോലെ രാമന്റെ ആരാധകർ പറയേണ്ടി വരും. വെറുതെയുള്ള കൂടി നിൽക്കുന്ന ജനമല്ല, രാമനെ അത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യർ ഈ നാട്ടിലെ എന്ന് പറയാൻ കഴിയില്ല. കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ളവർ ഒരുപക്ഷെ പുറത്തു നിന്നൊക്കെ ഉള്ളവർ വരാറുണ്ടോ ഗണേഷ്? ഈ കേരളത്തിന് പുറത്തു നിന്നൊക്കെ അങ്ങനെയൊക്കെ കേരളത്തിന് പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് ഈ അമ്പലങ്ങളിൽ വടക്കുന്നാളും ഗുരുവായൂരൊക്കെ വരുമ്പോ അങ്ങനെ രാമനെ കാണാൻ വേണ്ടി വന്നതാ. പിന്നെ രാമന് ഏറ്റവും വലിയ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ട് രാമന്. മറ്റു ആനകൾക്ക് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ശ്രീരാമജയം എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ടീമുണ്ട്. അവര് ആനയ്ക്ക് മറ്റെന്താ പറയാ, ഇത് രജിസ്റ്റർ ചെയ്ത് 2018 പ്രളയത്തിനൊക്കെ സർക്കാരിലേക്ക് രാമന്റെ പേരിൽ അന്ന് ഫസ്റ്റ് മറ്റേ ദേവസ്ഥയില് രാമന്റെ പേരിൽ 1 ലക്ഷം രൂപയും വയനാട് ദുരന്തത്തിന് 2 ലോഡ് സാധനങ്ങൾ, 2 നാഷണൽ പെർമിറ്റ് സാധനങ്ങൾ രാമന്റെ പേരിൽ കൊണ്ടുപോയത്. അതായത് രാമന്റെ സാധാരണ ആനകൾ പോലല്ല, രാമന്റെ ഫാൻസുകാർ കൃത്യമായി ഒക്കെ സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. രാമനോടുള്ള സ്നേഹം ഈ പൊതുജനങ്ങൾക്ക് കൂടി ഗുണമുണ്ടാകുന്ന തരത്തിലേക്ക് നാട്ടിൽ എന്ത് പ്രശ്നം വന്നാലും രാമന്റെ ഫാൻസ്, അതായത് ഒഫീഷ്യൽ ശ്രീരാമജയ എന്ന ഒഫീഷ്യൽ ഗ്രൂപ്പാണ് അവരൊക്കെ സാധാരണ പണിക്ക് പോകുന്ന ആൾക്കാർ. അവരൊക്കെ പണിക്ക് പോയി രാമന് വേണ്ടി ഒരു എമൗണ്ട് ഡെയിലി പണിക്കുമ്പോൾ അവർ മാറ്റി വയ്ക്കും. അത് കൃത്യമായിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും വിഷയം വരുമ്പോൾ നാട്ടിലെ വർഷം രാമന്റെ പേര് കൊടുക്കുക, അതല്ലെങ്കിൽ എല്ലാ വർഷം അമ്പലത്തിൽ കൃത്യമായിട്ട് രാമന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരാണ്. ശ്രീത്തെ എന്തുകൊണ്ട് രാമൻ മറ്റാനകളിൽ നിന്ന് വ്യത്യസ്തനാകുന്നു വിശദീകരണമാണ് ധനേഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം മറ്റൊരാൾക്കും പറയാൻ കഴിയില്ല. കാരണം ധനേഷ് കൂടി ഈ ഉദ്യമത്തിലും ഈ ഒരു ഇതിലും പങ്കാളിയാണെന്നുള്ളതുകൊണ്ട് ഇത്രയും ആധികാരികമായിട്ട് മറ്റാർക്കും പറയാനേ കഴിയില്ല. പ്രത്യേകിച്ച് ഇതിനെ കുളിപ്പിക്കുന്നത് എങ്ങനെ, ഇതിനെ എങ്ങനെ പരിപാലിക്കുന്നു, ഇതിനോടുള്ള സ്നേഹം എങ്ങനെ, കോലമേന്തുന്ന ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റാനുള്ള പോലെ മധുരം നല്ല ഉപ്പിലിട്ട മാങ്ങ, അതാണ് രാമന് ഏറ്റവും ഇഷ്ടം. ഉപ്പിലിട്ട മാങ്ങ അപ്പൊ അത്രയും കണ്ടെത്തി കൊടുക്കേണ്ടി വരില്ലേ? അത് കണ്ടെത്തി കൊടുക്കാൻ ആനയ്ക്കത് കൊടുത്ത 100 പ്രാവശ്യം കൊടുത്താൽ മതി. പിന്നെ എപ്പം കണ്ട ആന നമ്മൾ വിളിക്കും. ഉപ്പിലിട്ട മാങ്ങ ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പായസം എന്നല്ല, ഉപ്പിലിട്ട മാങ്ങ ആനയ്ക്ക് ഈ ജീവനാണ്. ഏത് പച്ചമാങ്ങ ആയാലും മതി അല്ലേ? അല്ലെങ്കിൽ നാട്ടുമാങ്ങ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ മാങ്ങ, അത് ഉപ്പിലിട്ട മാങ്ങ ചെറിയ അളവ്
അമ്പലത്തിലെ മാങ്ങ പഴുത്തിറങ്ങി അതൊക്കെ എടുത്ത് കൊടുത്താൽ എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ആനയുടെ കൂടെ ആളുകളെല്ലാം ഒഴുകി പോകുന്ന കാഴ്ച കണ്ടില്ലേ? അതെ അതെ അതെ, ആനക്കൊപ്പം പോവുകയാണ് ഈ പൂരം, ആനക്കൊപ്പം നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രന്റെ വലിയ എന്താ പറയുക, അവരുടെ രാജകീയമായിട്ടുള്ള എഴുന്നള്ളത്ത്. അതെ അതെ, എനിക്ക് തോന്നുന്നു ഇത് കണ്ട ധനേഷിനൊപ്പം തന്നെ ഈ കണ്ടു നിൽക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ഒരു എന്താണ്, അവര് കുറെ ആയിട്ട് കാത്തിരിക്കില്ല. നമുക്ക് അവരോട് കൂടിയൊക്കെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ചേട്ടാ, രാമനെ കണ്ടു, നന്നായിട്ട്. രാമനിലെ ഇങ്ങനത്തെ ശുഭൂരല്ലേ? രാമനെ കുറെ നേരം രാവിലെ മുതൽ കാത്തിരിക്കായിരിക്കും. അതൊന്നും പറയണ്ട. എത്ര നേരം കാത്തുനിന്നു? 1.5 മണിക്കൂർ കൊണ്ട് കാത്തുനിന്നു. കണ്ടു, രാമനെ കണ്ട സന്തോഷമായി. എവിടെയാ? തൃശ്ശൂർ തന്നെയാണോ? അല്ല, എറണാകുളം. രാമനെ കാണാമെന്നാ? എങ്ങനെയുണ്ട് കണ്ടപ്പോ? അടിപൊളി. ഞാൻ 3ാമത്തെ വർഷമാണ്. ഏറ്റവും മുന്നിൽ പോയി കിട്ടിയ സ്ഥലം ഇടിച്ചു പോയി രാവിലെ ആദ്യം മുന്നിൽ. അല്ല, അവിടുത്തെ രാമന്റെ ഒപ്പം തന്നെ ഉണ്ട്. മണിക്കൂറുകൾ നിങ്ങളുടെ കാത്തിരിപ്പിനാണ് അവസാനം വിരാമമായിരിക്കുന്നത്. രാമനെ കണ്ടോ? കണ്ടു. ഇവിടെ തൃശ്ശൂർക്കാരനാ? അല്ലല്ല, റാന്നി. അവിടുന്ന് നേരത്തെ വരാറുണ്ടായിരുന്നോ? ഇല്ല, ഇത് ഫസ്റ്റ് ടൈം. അതെന്താണ്, രാമനോടുള്ള ഇഷ്ടമാണോ അതോ പൂരം? പൂരം എതിരായിട്ട് കണ്ടിട്ടില്ല, പൂരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം. എന്തായാലും ഇങ്ങനെ പല കാഴ്ചകളാണ് ആളുകൾ ഇങ്ങനെ നോക്കുമ്പോ. ശ്രീത്തെ ഇവിടെ നോക്കുമ്പോ കാണാം, ഈ രാമനൊപ്പം ആളുകൾ ഒഴുകി പോകുന്നത് കാണാം. ഈ ഒരു കുടമാറ്റത്തിന് മുൻപേ, തെക്കോട്ടിറക്കുന്ന സമയത്ത് മാത്രമാണ് ഇത്രയും പുരുഷാരം, ഇത്രയും ജനാവലി സാധാരണ പൂരത്തിന്റെ സമയത്ത് ഇവിടെ ഉണ്ടാവാറുള്ളത്. അതാണ് ഇന്നിപ്പോ രാവിലെ ഈ ചൂട് കൂടി വരുന്ന സമയത്ത് എല്ലാ പ്രതികൂല കാലാവസ്ഥകളെയും പ്രതികൂല ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ച് ആളുകൾ ഇങ്ങനെ എത്തിച്ചേർന്ന് പോവാണ്. ഈ തെക്കേ ഗോപുര നടക്കെ മുന്നിൽ സൂചി കുത്താൻ ഇടമില്ലായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ രാമൻ അങ്ങ് പോയി നീണ്ടു രാമനൊപ്പം പോവാണ്. അതായത് അനുമോദം ആലോചിക്കേണ്ട, ഇതുവഴി 6 കടകപൂരങ്ങൾ വരാനുണ്ട്. പക്ഷെ അവർക്കൊന്നും വേണ്ടി കാത്തു നിൽക്കുകയല്ല ഇപ്പൊ രാമനൊപ്പം എല്ലാവരും പോകുന്നു. രാമൻ പോകുന്ന അത്രയും അവരും കൂടെ പോകുമെന്നുള്ളതാണ്. രാമന്റെ ആരാധകർ വൈകുന്നേരം നടക്കുന്ന തെക്കോട്ടിറക്കത്തിന് എത്ര ആളുകൾ ഇവിടെ കൂടുമോ അതിനേക്കാൾ ആളുകൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് എല്ലാ മനുഷ്യരും ഇവിടേക്ക് എത്തുകയാണ്. അതായത് പല മേളങ്ങൾ, പല പൂരങ്ങൾ, ഘടകപൂരങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. പക്ഷേ മേളങ്ങളുണ്ട്, ആനകൾ ഒരുപാട് വേറെയുണ്ട്, അതുപോലെ തന്നെ വാദ്യഘോഷങ്ങളുടെ ആഘോഷങ്ങളുണ്ട്. ഇതിനെല്ലാം അപ്പുറം ഒരാനയുടെ പേരിൽ, ആന എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആരാധകർ ചില ക്ഷമിച്ചു എന്ന് വരില്ല. അത്രയും വലിയ ഒരു ആരാധക വൃന്ദം, അത് മറ്റൊരു പൂരത്തിലും മറ്റൊരു ആനയ്ക്കും അവകാശപ്പെടാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റാചാരങ്ങളും മറ്റേ പൂരത്തിന്റെ മറ്റു ചടങ്ങുകൾക്കും എല്ലാം അപ്പുറം ഈ ഒരു തെക്കേ നട കടന്ന് ചെമ്പൂക്കാവ് ഭഗവതിയുടെ കോലവുമായി രാമേന്ദ്രൻ വരുന്നതിന് ഇത്രയും സമയം കൊടുത്തതും ഇത്രയും പ്രാധാന്യം കൊടുത്തതും. കാരണം പൂരത്തിന്റെ ഇതുവരെയുള്ള ഈ നിമിഷങ്ങളിൽ ഏറ്റവും കാത്തിരുന്നത് തെച്ചിക്കോട്ട് രാമേന്ദ്രന്റെ ഈ ഒരു കടന്നുവരവിന് തന്നെയാണ്. ആളുകളെ സംബന്ധിച്ച് പലതരം കാഴ്ചകൾ അവർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ കുറച്ചു മുമ്പ് സുല്ലേട്ടനോട് സംസാരിച്ചപ്പോ അദ്ദേഹം നേരെ മടത്തിൽ വരവിന് വേണ്ടി പോവാണ്. അതെ, അങ്ങനെ പല കാഴ്ചകൾ. പക്ഷെ അങ്ങനെയാണ് ഇവിടെ പൂരം എന്ന് പറയുമ്പോൾ പല കാഴ്ചകളുടേതായതുകൊണ്ട് തന്നെ പല സ്ഥലത്തേക്ക് ആളുകൾ തമ്പടിക്കുന്നു, പല കാഴ്ചകളിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ളതാണ്. എന്തായാലും ഈ പൂരത്തിലെ, തൃശൂർ പൂരത്തിലെ ഇത്തവണത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചയായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ തെക്കോട്ടിറക്കം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ തെക്കോട്ടിറക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പുറകിൽ നിന്ന് നോക്കുമ്പോഴും എന്തൊരു ഭംഗിയാണല്ലേ, ആന ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി പോകുമ്പോൾ. അവർക്കൊപ്പം ആനയ്ക്കൊപ്പം ആളുകൾ ഒഴുകി പോകുന്നു, ഇവിടെ കാലിയാവുന്നു. മറ്റൊരു ആനയ്ക്ക് ഇത്രമാത്രം സ്വീകാര്യത ഒരുപക്ഷെ ലഭിക്കണമെന്നില്ല. അല്ല, അത് നമ്മൾ കാണുന്നതാണ്, നമ്മുടെ അനുഭവമാണ്. ഇവിടെ നമ്മൾ എത്ര കാണുന്നു. ഇന്നലെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പല ആനകൾക്കും ഫാൻസ് ഉണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെ പെരുമാറ്റം കൊണ്ടും ഒക്കെ. ഇപ്പൊ എറണാകുളം ശിവകുമാറിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, തിരുവമ്പാടി ചന്ദ്രശേഖരനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, സാധുവിന്റെ ആരാധകരുണ്ട്, പാമ്പാടി രാജന്റെ ആരാധകരുണ്ട്. അങ്ങനെ പല ആനകൾക്കും ആരാധകരുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ തൃശ്ശൂരെത്തി ഈ പൂരത്തിൽ പങ്കെടുക്കുമ്പോൾ ആ പൂരത്തിലേക്ക്, കേരളത്തിന്റെ ഏറ്റവും വലിയ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിലേക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല. ജി ശ്രീജിത്തും അനുമോദും ഒപ്പം അത് ഒരു തൃശ്ശൂർക്കാർക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആനപ്രേമികൾക്ക് എങ്ങനെയാണ് രാമൻ എന്നുള്ളത് ധനേഷിന്റെ വാക്കുകളൊക്കെ വ്യക്തമാണ്. നമ്മുടെ കേരളത്തിലെ മറ്റൊരു സൂപ്പർ താരം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട ഒരു ആന, ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ആന തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രന്റെ വരവാണ് കണ്ടത്. പൂരത്തിന്റെ ആവേശം തെക്കിങ്ങാട് മൈതാനത്തും സ്വരാജ് ഗ്രൗണ്ടിലുമൊക്കെ നിറയുന്ന ഒരു കാഴ്ചയാണ്. അടുത്ത ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റ്